ഇനി നമുക്കുള്ളത് 6th ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ സ്ക്വയർ വിത്ത് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണം. സ്കെയിലെടുക്കുക, 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് AC എന്ന് പേര് കൊടുക്കുക. ഇനി നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 3 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ ലെങ്ത് എടുക്കുക. ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അപ്പോൾ എയിൽ കോമ്പസ് കുത്തി നിർത്തിയിട്ട് മുകളിൽ ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ താഴെയും ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ സിയിൽ കോമ്പസ് വയ്ക്കുക, ഈ ആർക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ആർക്കും കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ 2 ആർക്കുകളും കൂടി പരസ്പരം ജോയിൻ ചെയ്യുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. എ മുതൽ ഒ വരെയുള്ള ലെങ്ത്ത് നോക്കുക. എ മുതൽ ഒ വരെയുള്ള ലെങ്ത്ത് ഇത് എടുക്കുകയാണെങ്കിൽ അത് 3 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ എ മുതൽ സി വരെയുള്ള ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എത്ര തന്നെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ആ ഡയഗണലിൻ്റെ ലെങ്ത്ത് എത്ര തന്നെ വേണം? 3 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം ഡയഗണൽസ് എങ്ങനെയാണ്, ഡയഗണൽസ് ഈക്വലും ആണ്, അതുപോലെ തന്നെ അത് ബൈസെക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ ഓയിൽ കോമ്പസ് വയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ വന്നത്. ഓയിൽ കോമ്പസ് വരയ്ക്കുക, മുകളിൽ ഇതാണ് 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ. അതുപോലെ തന്നെ ഇവിടെയും ആർക്ക് വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക 3 അല്ലേന്ന്. ഇവിടെ 0 മുതൽ 3 വരെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെങ്ത്തും 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിന് ബി എന്ന് പേര് കൊടുക്കുക, ഈ പോയിൻറ്റിന് ഡി എന്ന് പേര് കൊടുക്കുക. ആർക്കിലല്ല വന്നത്, ആർക്കിൻ്റെ നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതിൻ്റെ മുകളിലാണ് നമുക്ക് ഡി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടിയേക്കണം. മാറിപ്പോവരുത്, പോയിൻറ്റുകൾ തമ്മിൽ മാറിപ്പോവരുത്. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഈ പെർപെൻഡിക്കുലർ വന്നിരിക്കുന്ന ആർക്ക് മാച്ച് കളയുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിയും ഡിയും കൂടി ജോയിൻ ചെയ്യുക. ലെങ്ത്ത് നോക്കുക. സിയും ഡിയും ജോയിൻ ചെയ്യുമ്പോൾ ഒരു 4.1 എന്നാണ് വന്നത്. അതുപോലെ തന്നെ എയും ഡിയും ജോയിൻ ചെയ്യുക. ഇത് ഏകദേശം 4.1 വന്നത്. ഇനി എയും ബിയും ജോയിൻ ചെയ്യുക. അടുത്തത് ബിയും സിയും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വലാണ്. എല്ലാ സ്ക്വയറിൻ്റെ ഈക്വൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്നത് ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും. ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത്ത് എത്ര തന്നെയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. AB എന്ന് പറയുന്നത് തന്നെയാണ് BC എന്ന് പറയുന്നത് തന്നെയാണ് CD എന്ന് തന്നെയാണ് AD. മെഷർ ചെയ്ത് നോക്കുക. കറക്റ്റ് മെഷർ എടുക്കുമ്പോൾ 4.1 അല്ലെങ്കിൽ 4.2 ആയിട്ടാണ് വന്നത്. ഈക്വൽ ടു നമുക്ക് 4.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. ഇനി നമുക്കിവിടെ 7th ക്വസ്റ്റ്യൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. CAC ഈസ് എ സ്ക്വയർ. ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ദ പോയിൻറ്റ്സ് UV, W ആൻഡ് H ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ UVWH? ഇത് ഏത് ക്വാഡ്രിലാറ്ററലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഫൈൻഡ് ബൈ യൂസിങ് ജോമെട്രിക് റീസണിങ് ആസ് വെൽ ആസ് ബൈ കൺസ്ട്രക്ഷൻ ആൻഡ് മെഷർമെൻറ്റ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വെച്ചും ഇത് എത്രയാണ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ES ലെങ്ത്ത് എടുക്കുമ്പോൾ ഒരു 3.3 ആണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ സൈഡും വരുന്നത് 3.3 തന്നെയായിരിക്കും സ്ക്വയർ ആയതുകൊണ്ട്. ഇവിടെ വരുന്നത് ഒരു 2.2. WH എന്ന് പറയണതും 2.2. UH എന്ന് പറയണതും 2.2. VU എന്ന് പറയണതും 2.2. അപ്പോൾ ഈ VWH യുവിലെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇത് സ്ക്വയർ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ
മെഷർ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്ത് നോക്കാം. സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് സ്ക്വയർ ആണോ കിട്ടണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പം 0 മുതൽ 4 വരെ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് വരയ്ക്കാനായിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. അതിൽ 90 ഡിഗ്രി നോക്കുക. 90 ഡിഗ്രി ഇവിടെയാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടെയും നോക്കുക, ഇങ്ങോട്ടേക്കാണ് ലൈൻ പോണത്. അപ്പോൾ ഇവിടെയാണ് നമുക്കിവിടെ 90 ഡിഗ്രി വന്നത്. എവിടെയാണോ 90 ഡിഗ്രി വന്നത് അത് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഒരു പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് 90 ഡിഗ്രി ജോയിൻ ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ നമുക്കിടെ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനിപ്പോൾ പേര് കൊടുക്കുകയാണ്. എ ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എയിൽ കോമ്പസ് വയ്ക്കുക, എന്നിട്ട് 4 സെൻറ്റിമീറ്റർ വന്നോടത്ത് ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ബിയിൽ കോമ്പസ് വയ്ക്കുക, 4 സെൻറ്റിമീറ്റർ വന്നോടത്ത് ആർക്ക് വരയ്ക്കുക. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ പോയിൻ്റാണ് നമുക്കിടെ സി, ഈ പോയിൻ്റാണ് ഡി. ഇതെല്ലാം ജോയിൻ ചെയ്തു. ഇവിടെയും സിയും ഡിയും ജോയിൻ ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ തന്നെ വന്നെ. ഇനി നമുക്ക് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ബി സിയുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും തന്നെ. അപ്പോൾ 2 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ മിഡ് പോയിൻ്റ് എന്ന് പറയണത് ഇവിടെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടുത്തെ മിഡ് പോയിൻ്റ് എന്ന് പറയണത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് W H U V. ഇവിടെ ഡി സിയിലും നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ഡി സിയിലും 2 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം ജോയിൻ ചെയ്യുക. വിയും യുവും ജോയിൻ ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വിയും യുവും ജോയിൻ ചെയ്യുമ്പോൾ ഒരു 2.8 ആണ് വന്നത്. അതുപോലെ തന്നെ വിയും ഡബ്ല്യുവും ജോയിൻ ചെയ്യുക. വിയും ഡബ്ല്യുവിലും 2.8 ആണ് വരുന്നത്. ഇനി ഡബ്ല്യുവും എച്ചും ജോയിൻ ചെയ്യുക. അവിടെയും വരുന്നത് 2.8 ആണ് വന്നത്. ഇനി യുവും എച്ചും ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് 2.8 ആണ് വന്നത്. ഇവിടെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് എന്ത് തന്നെയാണ്, സ്ക്വയർ തന്നെയാണ്. അപ്പോൾ കൺസ്ട്രക്ഷനും ചെയ്തു, മെഷർമെൻറ്റും ചെയ്തു, അതുപോലെ തന്നെ ടെസ്റ്റിലെ മെഷർ ചെയ്തു. ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാസ് 4 ഈക്വൽ സൈഡ്സ്, 4 ഈക്വൽ സൈഡ്സ് ഉണ്ട്, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. വിൽ ഇറ്റ് ബി എ സ്ക്വയർ? അങ്ങനെയാണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കുമോ? ഫൈൻഡ് ദ ആൻസർ യൂസിങ് ജോമെട്രിക്കൽ റീസണിങ് ആസ് വെൽ ആസ് ബൈ കൺസ്ട്രക്ഷൻ ആൻഡ് മെഷർമെൻറ്റ്. ജോമെട്രിക്കൽ റീസണിങ് നമ്മൾ ചെയ്തു. ഇനി നമുക്കിത് കൺസ്ട്രക്ഷനും മെഷർമെൻറ്റും വെച്ച് നോക്കാം. 4 ഈക്വൽ സൈഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഈക്വൽ സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എ ബി ഒരാംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കിടെ പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് എത്ര തന്നെ വേണം, 4 സെൻറ്റിമീറ്റർ തന്നെ വേണം. അപ്പോൾ ഇവിടെയാണ് 4 സെൻറ്റിമീറ്റർ വന്നത്. നമുക്കിടെ കോമ്പസ് എടുക്കുക, 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക, എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇത് ലൈൻ ജോയിൻ ചെയ്യുക. ഡൗട്ട് വരുവാണെങ്കിൽ ഒന്നുകൂടി 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. ഈ പോയിൻ്റ് തന്നെയാണ് വന്നത്. ഇത് നമുക്ക് എത്രയാണെന്ന് കിട്ടിയേക്കണേ, 90 ഡിഗ്രിയാണ് കിട്ടിയേക്കണേ. അങ്ങനെയാണെങ്കിൽ ബാക്കിയത്തെ ആംഗിളിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 4 സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ബിയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുക, ബിയിൽ കോമ്പസ് വരയ്ക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. ഇനി ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് എല്ലാ സൈഡ്സും കറക്റ്റ് 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കണം, എന്നാലാണ് നമുക്ക് സ്ക്വയർ ആവുള്ളൂ. എ ബി സി ഡി ഇതും 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ 90 ഡിഗ്രിയാണ് വന്നത്. ഓർണേ തന്നിട്ടുള്ളൂ, പക്ഷേ നമുക്കിവിടെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ
ഇവിടെ 90 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും വെച്ച് നോക്കിക്കേ, ഇത് വയ്ക്കുമ്പോൾ കണ്ടോ കറക്റ്റ് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ലൈൻ വന്നത്, അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോഴും ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കിട്ടി എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാംഗിൾ തന്നാലും എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാ ആംഗിളും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കിടെ 10th ക്വസ്റ്റ്യൻ. വിൽ ദ സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ സച്ച് ആസ് ഫോളോയിങ് 1 ഓൾസോ ബി 360 ഡിഗ്രി? ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതിൻ്റെ ആംഗിൾ സമ്മ് 360 ഡിഗ്രി ആയിരിക്കുമോ? ഫൈൻഡ് ദ ആൻസർ യൂസിങ് ജോമെട്രിക്കൽ റീസണിങ് ആസ് വെൽ ആസ് ബൈ കൺസ്ട്രക്റ്റിംഗ് ദിസ് ഫിഗർ ആൻഡ് മെഷറിംഗ്. ഇത് ജോമെട്രിക്കൽ റീസണിങ് വെച്ചും തെളിയിക്കുക, അതുപോലെ തന്നെ ഈ ഫിഗർ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് മെഷറും ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പം ഞാൻ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ബിയും ഡിയും കൂടി ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്രൊട്രാക്ടറിൽ ലെങ്ത്ത് നോക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ഡിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് എയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. എന്നിട്ട് ഡിയുടെ അങ്ങോട്ടേക്ക് ലൈൻ പോകുന്നത്, ഇങ്ങോട്ടേക്കാണ് ലൈൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് പോകുന്നത് 0, 10, 20, 30, 40യിലാണ് തന്നെ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 40 ഡിഗ്രിയാന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എന്തെടുക്കുക? സിയും നോക്കുക. സിയിൽ നമുക്കിവിടെ കോമ്പസ് വയ്ക്കുക. സിയിൽ കോമ്പസ് വയ്ക്കുമ്പോൾ ലൈൻ ഇങ്ങോട്ടേക്കാണ് പോണേ. എങ്ങോട്ടേക്കാണോ ലൈൻ പോകണമെന്ന് അതിൻ്റെ 0 വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ 0 നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 10, 20, 30, 35 ആണ് ഇവിടുത്തെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ ആംഗിളിന് നമുക്ക് 35 എന്ന് എഴുതാം. ഇനി ബി ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ കോമ്പസ് പ്രൊട്രാക്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് ലൈൻ പോണത്. ഇങ്ങോട്ടേക്ക് ലൈൻ പോകുമ്പോൾ ഇവിടെ നിന്ന് 0 കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇത് 0 കൗണ്ട് ചെയ്യുമ്പോൾ 0 ഇവിടെ പോയി നിൽക്കുന്നത് 50യിലാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 50 ഡിഗ്രിയാണ് കിട്ടും. ഇനി നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എ ഡിയിൽ പ്രൊട്രാക്ട് വയ്ക്കുക. എ ഡിയിൽ പ്രൊട്രാക്ട് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. ഇവിടെ എ ഡിയിൽ പ്രൊട്രാക്ട് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ലൈൻ പോണത്. 0 എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പോയി 110 ഈ ലൈൻ നോക്കുക, ഈ പോകുന്ന ലൈൻ നോക്കുക, ഒരു 115ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 115 ഡിഗ്രി എന്ന് എടുക്കാം. ഇനി അടുത്തത് സി ഡിയിൽ ഇങ്ങനെ പ്രൊട്രാക്ട് വയ്ക്കുക. സി ഡിയിൽ പ്രൊട്രാക്ട് വയ്ക്കുമ്പോൾ ഈ സൈഡല്ലേ വേണ്ടേ? അപ്പോൾ ഈ സൈഡിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങോട്ടേക്കാണ് ഡി സി പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് 0 സ്റ്റാർട്ട് ചെയ്യണത്. ഈ 0 ഇങ്ങനെ പോയി എൻഡ് ചെയ്യണത് കണ്ടോ? ഈ ലൈൻ കണ്ടോ? ഇത് 120 ഡിഗ്രിയിലാണ് എൻഡ് ചെയ്യണത്. അപ്പോൾ ഇത് 120 ഡിഗ്രി കിട്ടി. ഇനി ഇത് ഫുൾ ആഡ് ചെയ്ത് നോക്കിക്കേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ലെങ്ത്ത്, ഈ ടെസ്റ്റിൽ വന്നിരിക്കുന്ന ലെങ്ത്തുകൾ ആഡ് ചെയ്യാം. ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് 50 ഡിഗ്രി, ആംഗിൾ സി എന്ന് പറയുന്നത് 35 ഡിഗ്രി. ഇനി ആംഗിൾ ഡി ഫുള്ള് വന്നിരിക്കുന്നത് ഒന്ന് 150 ഡിഗ്രിയും പിന്നെ വരുന്നത് 120 ഡിഗ്രിയാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തേ. 5 + 5 10, ക്യാരി ഓവർ 1 കിട്ടി. 2 + 1 3, 4, 4 + 4 8, then 8 + 5 13, 13 + 3 16, ക്യാരി ഓവർ 1, 1 + 1 2, 2 + 1 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 360 ഡിഗ്രി കിട്ടി. ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി നമ്മളിത് എങ്ങനെയൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്താലും ഇത് തന്നെയേ വരുള്ളൂ. ഇപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഷേപ്പ് എടുക്കുക. ഇപ്പോൾ അതെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക, ഇവിടെയും ജോയിൻ ചെയ്യുക. ഇനി ഇതിന് പേര് കൊടുക്കുക. എ ബി സി ഡി. ഇനി നമ്മൾ ആംഗിൾ മെഷർ ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആംഗിൾ നോക്കുക. ഇപ്പം ഞാൻ കൊടുത്തേക്കണേൽ എനിക്ക് 35 ഡിഗ്രിയാണ് വന്നത്. ഇവിടെ 35 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ ബി നോക്കുക, ആംഗിൾ സി നോക്കുക, ഈ ആംഗിൾ ഡി ഫുള്ള് നോക്കുക. വേണമെങ്കിൽ ഇത് ബൈസെക്റ്റ് ചെയ്തതിന് ഈക്വലി കട്ട് ചെയ്തതിന് ശേഷം അപ്പുറം ഇപ്പുറം നോക്കിയാലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വരയ്ക്കുന്ന ആംഗിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി തന്നെയായിരിക്കും കിട്ടണേ. അപ്പോൾ നമുക്കിടെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൻ്റെ സമ്മറി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. താങ്ക് യു.